സംസ്ഥാന സർക്കാരുകൾ അസംഘടിത തൊഴിലാളികൾക്ക് നൽകി വരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും വിവാഹ ഏജന്റുമാർക്കും ഏജൻസികൾക്കും ലഭ്യമാക്കണമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അസംഘടിത തൊഴിലാളികൾക്ക് നൽകി വരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും വിവാഹ ഏജന്റുമാർക്കും ഏജൻസികൾക്കും ലഭ്യമാക്കണമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസീസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വധൂവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ സമ്മേളനവും വധൂവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും മുൻ മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് സാധാരണക്കാരായിട്ടുള്ളയും അല്ലാതെയും ജനങ്ങളെയും വിവാഹപ്രായമായ പെൺകുട്ടികളെയും പുരുഷന്മാരെയും പല രീതിയിൽ പറ്റിച്ചുകൊണ്ട് കേരളം ഒട്ടാകെ നടക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയായ രവീന്ദ്രൻ സാർ അവരുടെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ എല്ലാ ജില്ലകളിലും നമുക്കിപ്പോൾ ലാസ്റ്റിൽ കൊല്ലം ജില്ലയിലാണ് എല്ലാം വരുന്നത്. ഇപ്പം നമ്മൾ ഒരു 2-3 വർഷത്തിനകത്ത് കൊല്ലം ജില്ലയിലും കൂടെ നമ്മൾ ആയതോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളും നമ്മുടെ ഈ സംഘടന വ്യാപകമായി വന്നു എന്നുള്ളതാണ് നമുക്ക് സന്തോഷകരമായിട്ട്. അതിനപ്പുറം നമ്മൾ ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ പോലും ആരെയും പറ്റിക്കാതെയും മാതൃകാപരമായിട്ട് ഇന്ന് വരെയും നല്ല രീതിയിലാണ് ഒരു കല്യാണ ബന്ധം, അതായത് 2 കുടുംബങ്ങളെ ജീവിതത്തിലെ ഒരു പ്രാധാന്യമായ നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രാധാന്യമായ ഒരു സംഭവം എന്ന് പറയുന്നത് 2 കുടുംബങ്ങളെ ഒന്നിച്ച് ചേർക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നമുക്ക് സന്തോഷകരമായിട്ട് പറയുക നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇതിൽ പലവരും നമ്മളെ തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ്. നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള പൂർണ്ണ ഹോട്ടലിൽ വെച്ച് ഏകദേശം 14 വർഷത്തോളമായി ഞാൻ ഈ സംഘടന വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മാസവും പൂർണ്ണ ഹോട്ടലിൽ വെച്ച് സാധാരണ ഒരു സംഘടന അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സംഘടന അതൊരു അഹങ്കാരത്തിൻ്റെ രീതിയിൽ ഞാൻ നമ്മൾ പറയാം. നമ്മുടെ സംഘടന കൃത്യമായിട്ട് എല്ലാ മാസവും കമ്മിറ്റി കൂടുകയും ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സംഘടനാ രീതിയിലുള്ള നല്ല വൃത്തിയായ രീതിയിൽ ചിട്ടയായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്നതുമാണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് കൊറോണയൊക്കെ സമയത്ത് വന്നപ്പോൾ നമ്മൾ ഒരുപാട് മാനസികമായിട്ട് പിന്നോട്ട് പോകേണ്ട ഒരവസ്ഥ വന്നു. ഇതിൽ വിദ്യാസമ്പന്നരായിട്ട് വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും വളരെ സുഖമില്ലാത്ത അമ്മമാരും ചേട്ടന്മാരും എല്ലാം പ്രവർത്തിക്കുന്ന നമുക്ക് എപ്പോഴും ചെന്ന് സർക്കാരിന് പല വേദികളിലും മുട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ലളിതമായ ഒരു രീതിയിൽ 2 പേരെ കൂടി സംഘടിപ്പിച്ച് കിട്ടുന്ന ഒരു ചെറിയ തുകയായാലും നമ്മൾ സന്തോഷകരമായിട്ട് വാങ്ങി കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മൾ ഈ സംഘടന നല്ല ഒരു സംഘടനയാണ്, മുന്നോട്ട് കേരളത്തിൽ പറ്റിയതാണെന്ന് തോന്നിയാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോൾ നമ്മളും ഒരുമിച്ചൊരു സംഘടനയുടെ കീഴിൽ വരണം, അതിനൊരു പെൻഷൻ അനുവദിക്കണം അല്ലെങ്കിൽ ക്ഷേമനിധി അനുവദിക്കണമെന്ന് ബോധ്യമായ അന്വേഷണത്തിൽ തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ടൊരു ക്ഷേമനിധി ലഭിക്കുകയും അതിൽ നമ്മളെ പല അംഗങ്ങളും പല ജില്ലയിലുള്ള അംഗങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൽ നമ്മൾ ആ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു അന്ന് മന്ത്രിയായിരിക്കുന്ന സാറാണ്. അപ്പം അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഈ വൈകിയ വേളയിലും നമുക്ക് ഈ നമ്മുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും അദ്ദേഹത്തെ നമ്മൾ KSMBയുടെ പേരിൽ ഹാർദവമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്.
സംഘടനയുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാജി, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം.എൻ. വേലായുധൻ അവർ, സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ.എം. രവീന്ദ്രൻ, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി ദേവമ്മ, ജില്ലാ സന്നിഹിതരായിട്ടുള്ള ഭാരവാഹികൾ ശ്രീമതി ലതികാദേവി അമ്മ, ട്രഷറർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ സംഘടനയുടെ കേരള സ്റ്റേറ്റ് മാനേജ് ബ്യൂറോ ഏജൻസ് അസോസിയേഷന്റെ മറ്റ് ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനമാണ് നമ്മളിന്നിവിടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഇങ്ങനെ ഒരു സംഘടന എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടത്, ഈ സംഘടനയ്ക്ക് ക്ഷേമനിധി അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു ചർച്ച വന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതിന് ക്യാബിനറ്റ് തീരുമാനമെടുത്തത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കേണ്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. സാധാരണക്കാരോടും സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന ജനങ്ങളോട് എപ്പോഴും അനുകമ്പയും ഏറ്റവും വലിയ താല്പര്യവും കാരുണ്യവും പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ബോധ്യമാണ്. ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് വളരെയധികം സൗജന്യ ചികിത്സാ പദ്ധതികൾ നമുക്ക് ആരംഭിക്കുന്നതിന് ആ സമയത്ത് ഏറ്റവും പിന്തുണ നൽകിയത് ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ മാനേജ് ബ്യൂറോസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടു തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ ഒരു സമയത്ത് ഇപ്പൊ ഈ ആധുനികമായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പഴയ കാലഘട്ടങ്ങളിൽ ഈ മാരേജ് ബ്രോക്കർമാർ, അന്ന് പണ്ട് നമ്മൾ തരവന്മാരെന്നാണ് പറയുന്നതല്ലേ, അവരൊക്കെ സജീവമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇടപെടുകയും വിവാഹബന്ധത്തിൽ കുടുംബങ്ങളെ ഏർപ്പെടുത്തുന്നതിന് നല്ല നേതൃത്വം വഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വിവാഹ സമയത്തൊക്കെ വീടുകളിൽ വന്ന് അച്ഛനെയൊക്കെ കാണാനൊക്കെ വളരെ മിടുക്കന്മാരും വാചകമൊക്കെ അടിക്കാനും വർത്തമാനം പറയാനും ഒക്കെ മിടുക്കന്മാരായിട്ടുള്ള